ആദ്യം നിന്റെ കഥ കഴിച്ചിട്ട് ഇവളെ കഥ കഴിക്കാം. ഇങ്ങോട്ട് വാടി പുല്ലിന്റെ കഥ കഴിക്കാൻ. ഞാൻ ഈ പണ്ടത്തെ ബ്ലാക്ക് ബെൽറ്റാ. വെറുതെ എന്നോട് നീ കളിക്കാൻ നിൽക്കണ്ട. വേണ്ട വേണ്ട, അവനെ ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് അനുസരിച്ചോളാം. അവനെ ചെയ്യരുത്. നീ ഒന്നും മിണ്ടാതിരുന്നേ മോളെ. എന്നോടാണ് ഇവര് കളിക്കുന്നത്. എന്നോട് കളിച്ച് ഇവര് വിവരം അറിയും. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ ഇവര് സമ്മതിക്കില്ലെന്നാ തോന്നുന്നേ. എന്താടി അവിടുന്ന് കുണുകുണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ധൈര്യന്റെ വാടി എന്നോട് കളിക്കാൻ. ഓം കാദാംബരി, ഓം കാദാംബരി. എന്റെ കാളി ദൈവങ്ങളെ, ഇവളുടെ അഹങ്കാരം മാറട്ടെ. ഇതായിരുന്നു നിന്റെ കരാട്ടെ ബ്ലാ ബ്ലാ. നിന്നോട് തർക്കിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. നിന്നെ ഈ മരത്തിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും നോക്കാനില്ല. ആർക്ക് വേണം നിന്റെ സമ്മതം? നിന്റെ സമ്മതം ഉണ്ടായിട്ടാണോ നിന്റെ അമ്മയെയും സഹോദരിയെയും നിന്നെയും ഞാൻ ഒന്നിച്ചു കുഴിച്ചു മൂടിയത്? നീ പരലോകത്തിൽ എത്താൻ തയ്യാറായി നിന്നോ? എന്താ നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കൊരു സങ്കടം. എന്റെ കാര്യം ആലോചിക്കുമ്പോ നിനക്ക് സങ്കടം എന്തിന്? നീ അവളുടെ വീട്ടിൽ വെറുതെ മിണ്ടാതിരിക്കുന്നില്ലേ? നിനക്കൊരു റോളും ഇവിടെ ഇല്ല. അവളാണെങ്കിലോ വലിയ മന്ത്രവാദി, നീയാണെങ്കിലോ പാവം. നീ അതൊന്നും ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവണ്ട. നിന്റെ കഴുത്ത് ശരിയാക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാം. എന്നാലും നിന്റെ കാര്യം നീ ഞങ്ങൾ ആരും ആലോചിച്ച് അധികം ടെൻഷൻ ആവണ്ട, കേട്ടല്ലോ? കുസുമം, നീ ആണി ഇങ്ങോട്ട് എടുക്ക്. ആ ശരി ശരി. ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇവിടെ ഈ നട്ടപ്പാതിരൊക്കെ എങ്ങോട്ട് പോയി? ഓ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? ഒന്ന് പോയി നോക്കട്ടെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന്. നിന്റെ അന്ത്യം എത്തിക്കഴിഞ്ഞടി. ആദ്യം നിന്നെ തീർത്തിട്ട് അവളെ തീർക്കാം.